അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. മലപ്പുറം താനൂരിൽ നിന്ന് മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ടാക്കുന്നൊരു വാർത്ത. സ്കൂളിലേക്ക് പോയതാണ് ഷഫ്ന ഷെറിൻ എന്ന 9 വയസ്സുകാരി. എൻ്റെ മകൾ പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ അതേപോലെയുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറബി പരീക്ഷയും കഴിഞ്ഞ് സ്കൂൾ ബസ് നിർത്തിയിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് ഓടിയതാണ്. ഒരുപാട് പേരുടെ അശ്രദ്ധ, സ്കൂൾ വണ്ടിക്കാരുടെ അശ്രദ്ധ, ഓപ്പോസിറ്റ് വന്ന് ഗുഡ്സ് വണ്ടിക്കാരുടെ അശ്രദ്ധ, ആ കുഞ്ഞ് ഓട്ടോ ഇടിച്ചിട്ട്, ഗുഡ്സ് ഓട്ടോ ഇടിച്ചിട്ട് പടച്ച റബ്ബേ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയാകുന്ന ഒരു കാഴ്ച. എന്തൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു. ആ ഒരു വണ്ടിക്കാർക്ക്, ആ സ്കൂൾ വണ്ടിക്കാർക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് ആ കുട്ടിയെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ? ഒരു സ്കൂൾ വണ്ടി അവിടെ നിർത്തിക്കാണുമ്പോൾ ഒരു ഗുഡ്സ് ഓട്ടോക്കാരൻ ഓപ്പോസിറ്റ് വരുമ്പോൾ അതൊരു കുഞ്ഞിന് വേണ്ടി നിർത്താനിട്ടതാണെന്നുള്ളൊരു ബോധ്യത്തോടെ ഒരല്പം പതുക്കെ വരാമായിരുന്നില്ലേ? വല്ലാത്തൊരു ഹൃദയവേദന തോന്നി. ഷഫ്ന ഷെറിൻ എന്ന 9 വയസ്സുകാരി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഷാഫിയുടെയും ഉമ്മു കുൽസുവിൻ്റെയും പുന്നാര മോള് അറബി പരീക്ഷയും കഴിഞ്ഞ്, ക്രിസ്മസ് പരീക്ഷയുടെ അറബി പരീക്ഷ കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ എല്ലാം എഴുതി എന്ന സന്തോഷം ഉമ്മയോട് പങ്കുവെക്കാൻ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് പരമാവധി അങ്ങോട്ട് വേഗത്തിൽ കടന്നതാണ്. പക്ഷേ പടച്ച റബ്ബിൻ്റെ വിധി, പടച്ച റബ്ബിലേക്ക് തിരികെ യാത്രയാകാനായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ, മനസ്സമാധാനം നൽകട്ടെ, ആ കുഞ്ഞിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. എനിക്ക് വളരെ വലിയ രോഷം തോന്നുന്നത്, ആ സ്കൂൾ വണ്ടിക്കാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാത്തത്? ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ പോകുന്ന വണ്ടിയാണെങ്കിൽ ഒരു ലേഡി അസിസ്റ്റ് ആ വണ്ടിയിൽ വേണമെന്നാണ് നിയമം. ഒരാൾ ആ കുട്ടികളെ, നമ്മൾ ഒരുപാട് പേര്, നമ്മുടെയൊക്കെ കുട്ടികൾ ഇങ്ങനെ സ്കൂൾ വണ്ടിയിൽ പോകുന്ന ആളുകളാണ്. ഒന്നുകിൽ റോഡിൻ്റെ സൈഡിൽ നിർത്തി കൊടുക്കും, അതല്ല ഇപ്പുറത്താണ് നിർത്തുന്നതെങ്കിൽ വണ്ടി ക്രോസ് ചെയ്യാൻ സഹായിക്കും. ഇതിവിടെ കൃത്യമായിട്ടുള്ള നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടൊക്കെ തേടിയിട്ടുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് റബ്ബേ നമ്മുടെ മക്കൾക്ക് മരണം സംഭവിക്കുന്ന ഒരു കാഴ്ച. ആ ഉമ്മ കുൽസു എന്ന് പറയുന്ന ഉമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. രാവിലെ പരീക്ഷക്കാരൻ നല്ലപോലെ ചായം കൂടി കുടിക്കാൻ മക്കൾ നിൽക്കൂല. ഇന്ന് പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് സന്തോഷത്തോടെ ഒരു ഭക്ഷണം ആ കുട്ടികൾ കഴിക്കുക. ആ ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾ സ്കൂളിൽ നേരത്തെ വരുമെന്ന് അറിയാം. പക്ഷേ ആ ഉമ്മയുടെ കൽബിലേക്ക് കേൾക്കുന്ന കാഴ്ച, ആ ഉമ്മയുടെ കാതിൽ കാണുന്ന രീതികൾ മുഴുവനും സ്വന്തം മകളുടെ ജീവനറ്റ ശരീരത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ആ ഉമ്മയുടെ ഇടനെഞ്ചിൽ നിന്ന് അതിൻ്റെ ദുഃഖം വിട്ടുപോകുമോ? നമ്മളൊക്കെ ഇതിൽ എത്ര പേർക്ക്, ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ താരൂരിലുള്ള ആ ഒരു കുടുംബത്തെ അപകടം സംഭവിച്ച ആ കുടുംബത്തെക്കുറിച്ച് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വല്ലാത്തൊരു ഹൃദയവേദന തോന്നി. കാരണം നമ്മുടെ മക്കളൊക്കെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എന്തൊരു സന്തോഷത്തോടെയാണ് അവർ വന്നിട്ട് ആ ബാഗ് കണ്ട് വലിച്ചിട്ട് ആ പരീക്ഷ പോലെ ഇതെഴുതി, ഇതെഴുതാൻ വിചാരിച്ചു. വിശേഷങ്ങൾ ഒരുപാട് പങ്കുവെക്കുന്ന പ്രായത്തിലുള്ള മക്കൾ വീട്ടിലേക്ക് തിരികെ വരുന്ന ഒരു കാഴ്ച. ഇന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞ ദിവസമാണ് തട്ടത്തല ജുമാ മസ്ജിദിലെ ആ കുട്ടിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാഹചര്യത്തിൽ കബറടക്കിയത്. അള്ളാഹു ആ ഒരു കുട്ടിയുടെ കബറിടം വിശാലമാക്കട്ടെ, സ്വർഗം കൊണ്ട് മനോഹരമാക്കട്ടെ ആ കബറിടം. പിന്നെ നമ്മുടെ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കണം, വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യാവും. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പിറകിലൂടെ അല്ല ക്രോസ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും ഈ വാഹനം നിർത്തിയിട്ട് വാഹനത്തിലുള്ള ക്ലീനർമാർ എന്നെ പിറകിൽ കൂടെ അവർ കൈപ്പിടിച്ച് ക്രോസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കുട്ടി മനസ്സിലാക്കും, ഇങ്ങനെ വണ്ടിയുടെ പിറകിൽ കൂടെയാണ് ക്രോസ് ചെയ്യേണ്ടത്. മുമ്പിലൂടെ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ ആ ഓട്ടോക്കാരനെ കാണാമായിരുന്നു. നിർഭാഗ്യമെന്നില്ലാതെ മറ്റെന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള പിഴവ് കൊണ്ടൊരു ജീവൻ, ഒരു കുഞ്ഞു ജീവൻ, പ്രതീക്ഷയുള്ള ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. 9 വയസ്സുകാരി ആ പെൺകുട്ടിക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇതേപോലെ തന്നെയാണ് വടകരയിൽ നിന്ന് സക്കീർ എന്ന പേരുള്ള ഒരു യുവാവ്. 2 ദിവസം മുൻപാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചെത്തിയത്. ആദ്യത്തെ കമ്പനിയിലെ ജോലിയൊക്കെ മാറ്റി പുതിയൊരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറിയിട്ട് ആ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. എനിക്ക് വളരെ വേദന തോന്നി. നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന അവൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഉമ്മയുടെ കൈ കൊണ്ട് ചോറ് വാരി തിന്നുന്ന ഒരു മകൻ. എത്ര പേർക്ക് ആ മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ മറ്റൊരാളെ, നമ്മുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, കൈകൾക്കൊരു ടേസ്റ്റ് ഉണ്ട്. ആ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ചോറ് വാരി തിന്ന പുന്നാര മോനാണ് ഉറക്കത്തിൽ മരണപ്പെട്ടു പോയി. ഞാൻ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ കണ്ണുനീരോടെ അല്ലാതെ എനിക്ക് ആ വീഡിയോ
എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു കുടുംബം. സക്കീർ എന്ന പേരുള്ള കുടുംബം, ഒരുപാട് പ്രതീക്ഷകളുള്ള കുടുംബം, ദുബായിലൊക്കെ പോയി നിന്നൊരു കുടുംബത്തിൻ്റെ പട്ടിണിയുടെ ചങ്ങല മുറിച്ചൊരു മനുഷ്യൻ. പക്ഷേ ഉറക്കത്തിൽ ഹൃദയാഘാതം മൂലം മരിക്കാനായിരുന്നു വിധി. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ, മനസ്സമാധാനം നൽകട്ടെ. അതേപോലെ ആ മരണപ്പെട്ടു പോയ സക്കീറിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ഏതായാലും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അദ്ദേഹത്തെ സക്കീറിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത് നമ്മുടെ മരണങ്ങൾ എങ്ങനെ വരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മളൊരു കാരണം പറയുമ്പോഴും പിതാവിന് സുഖമില്ലാതെ 2 മാസം മുൻപ് നാട്ടിലേക്ക് വന്ന കോഴിക്കോട് അത്തോളിക്കാരനായ അബ്ദുൽ മുനീർ എന്നൊരു 49കാരൻ ഉപ്പാക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. അദ്ദേഹം സൗദിയിലായിരുന്നു. നാട്ടിലൊക്കെ വന്നിട്ട് ഉപ്പാടെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ നിന്നിട്ട് ആ ഉപ്പാനെ പരിചരിക്കാൻ വേണ്ടി തറവാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഭാര്യയെയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ വിധിയായിരിക്കാം, ഒരു തേങ്ങ അങ്ങോട്ട് തലയിൽ വന്ന് വീണു ആ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ. ഇന്നലെ ബുധനാഴ്ചയാണ് ആ പരുക്കേറ്റ് കിടന്നിരുന്ന ആ ഒരു പ്രവാസിയായ ആൾ മരണത്തിന് കീഴടങ്ങി. അബ്ദുൽ മുനീർ എന്ന 49കാരൻ മരണത്തിന് കീഴടങ്ങിയത്. 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉള്ള ഉടമസ്ഥരുണ്ടല്ലോ, കൃത്യമായിട്ട് തേങ്ങ ഇടാൻ ശ്രദ്ധിക്കുന്നില്ല. ഉണങ്ങിയ മരക്കൊമ്പുകളുണ്ട്. ചിലപ്പോൾ ചില വീടുകളിലൊന്നും ആളുകൾ അവർ ഗൾഫിലോ മറ്റു നാടുകളിലൊക്കെ ആയിരിക്കാം. നമ്മൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ ഒരു തേങ്ങ വീണത് പോലും ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു പക്ഷേ ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിൽ മരണത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. നമ്മൾ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയാണ്. ഉപ്പാനെ ചികിത്സിക്കാൻ വന്നു, ഉപ്പാനെ പരിചരിക്കാൻ വന്നു. ഉപ്പ എന്ന് പറയുന്ന ഒരു വികാരത്തോട് വല്ലാത്തൊരു സ്നേഹമുള്ളൊരു മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ്റെ വിധി ഇങ്ങനെ 2 പെൺമക്കളെ അനാഥരാക്കിയിട്ടാണ് ആ ഒരു അബ്ദുൽ മുനീർ എന്ന 49കാരൻ മരണത്തിന് കീഴടങ്ങിയത്. വളരെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കട്ടെ. അതേപോലെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇതുപോലെ ഓരോ മരണങ്ങളിലും നമുക്ക് പഠിക്കാനൊരു പാഠമുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഷഫനാ എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ 9 വയസ്സുകാരി 5ാം ക്ലാസ്സുകാരി ലോകത്തോട് വിട പറഞ്ഞത്. ബാക്കി ജീവിക്കേണ്ടുന്ന പെൺകുട്ടിയായിരുന്നു. ഉറക്കത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ആ സക്കീർ. ഉമ്മയുടെ കയ്യിൽ നിന്ന് അവസാനമായിട്ട് ഒരു പിടി ചോറ് വാരി തിന്നാൻ ഭാഗ്യം ലഭിച്ച പൊന്നുമോൻ. ആ ഉമ്മയുടെ പ്രാർത്ഥന മതി ആ മകന് സ്വർഗപ്രവേശനം ലഭിക്കാൻ. അതേപോലെ ഈ ഒരു അബ്ദുൽ മുനീർ എന്ന 49കാരൻ ഉപ്പയെ പരിചരിക്കാൻ വേണ്ടി വന്ന ഉപ്പയുടെ ആ ഒരു റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ വക്താക്കളാണെങ്കിൽ പിന്നെ എന്തിനാണ് ബേജാറ്? മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ചരിത്ര കഥയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, ത്വാഹിറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവാചക പത്നി ആരാണ് എന്ന്. എല്ലാവരും കറക്റ്റ് ആൻസർ. ഞാൻ കരുതി ആർക്കും ആൻസർ കിട്ടൂലാണ്. അത് ഖദീജ ബീവിയാണ്. അവരെ വിവാഹത്തിന് മുൻപ് ഹബീബായ നബി അവരെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവരാദ്യമേ നല്ല സംശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർ പേരിട്ടതാണ് ത്വാഹിറ, വിശുദ്ധയായ ആൾ എന്ന രീതിയിൽ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചോദ്യം പറയുന്നതിന് മുൻപ് നമ്മൾ പ്രവാചക പിതാമഹന്മാരിൽ 12ാമത്തെ ആൾ മാലിക് എന്ന പേരുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ചരിത്ര വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതിസുന്ദരനായിരുന്നു. മക്കയിലുള്ള ഖുസായി ഗോത്രക്കാരുടെ മുന്നിലൊക്കെ വളരെയധികം ഈ സ്വാധീനമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ, അതായത് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, ഫിഹിർ എന്ന് പറയുന്ന മകനിലൂടെയാണ് 11ാമത്തെ പിതാമഹൻ ഉണ്ടാക്കുന്നത്. 11ാമത്തെ ഫിഹിർ. ഈ ഫിഹിർ വളരെ വലിയ കഥകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഫിഹിറിൻ്റെ കാലത്താണ് യമനിലൊരു രാജാവ് ഹാരിസ് എന്ന പേരുള്ള ഹിമ്യർ ചക്രവർത്തിയുടെ അധീനതയിലുള്ള ഈ ഹാരിസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് ഒരു തോന്നൽ. യമനിൽ നാമല്ലാതെ അകലെയൊന്നും അല്ല ഈ മക്കയും മദീനയും അടങ്ങുന്ന പ്രദേശങ്ങളുള്ളത്. ഹബീബായ നബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മദീന പള്ളി ഈ യമനിലെ സൻആ വരെ നീളുമെന്ന്, വിശാലമായ പള്ളിയായിരിക്കുമെന്ന്. ഏതായാലും ആ യമനിൽ നിന്ന് ഹാരിസ് എന്ന് പറയുന്ന രാജാവ് തീരുമാനിച്ചു, ഈ കഅബയൊന്നുകൊണ്ട് പൊളിക്കണം. കഅബ പൊളിച്ചിട്ട്, നമ്മളെപ്പോഴും കഅബ പൊളിക്കാൻ വന്ന വേറൊരു രാജാവിൻ്റെ കഥ നമ്മൾ കേൾക്കലുണ്ട്. എന്നിട്ട് ആ പക്ഷികൾ വന്നിട്ട്, അബാബിൽ പക്ഷികൾ വന്നിട്ട് കല്ലെടുത്തെറിഞ്ഞ ഒരു രാജാവിൻ്റെ കഥ. അതിന് മുൻപുള്ള കഥയാണ്. ഈ കഅബ പൊളിച്ച് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചിട്ട് വളരെ വലിയ സൈന്യവുമായിട്ട് ഈ ഹിമ്യർ ചക്രവർത്തിയായ ഹാരിസ് എന്ന പേരുള്ള ഈ വൃത്തികെട്ട മനുഷ്യൻ സൈന്യവുമായിട്ട് വന്നു. അന്ന് ഈ ഫിഹർ എന്ന പേരുള്ള ഈ പിതാമഹൻ ഒരു സൈന്യത്തെ അങ്ങോട്ട് ഉണ്ടാക്കി.
ആളുകളെ മുഴുവനും ഒട്ടകങ്ങളും കുതിരകളും കാലാൾപ്പടകളുമായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കഅബ പൊളിക്കാൻ ഹിമ്യർ ചക്രവർത്തി നിനക്ക് തൊടാൻ കഴിയില്ല. ഗംഭീരമായ യുദ്ധം, മക്കയുടെ പുറത്ത് വെച്ചാണ് ആ യുദ്ധം നടന്നത്. ആ വരുന്ന സൈന്യത്തെ തടഞ്ഞിട്ട് ആ യുദ്ധത്തിൽ അത്ഭുതമെന്നേ പറയണ്ടു. മക്കക്കാരുടെ ആ ഉശിരും ആവേശത്തിന് മുന്നിൽ ഏതായാലും ആളുകളെ മുഴുവനും ഒന്നിപ്പിക്കാൻ ഫിഹിറിന് ഇതിലൂടെ കഴിഞ്ഞു. ആ യുദ്ധം നയിച്ചത് ഫിഹിറാണ്. ഫിഹിറിൻ്റെ ചില കുടുംബക്കാരൊക്കെ പേരക്കുട്ടികൾ മരണപ്പെട്ടു പോയി. ഏതായാലും അതിൽ ഹാരിസ് എന്ന പേരുള്ള ആ യമൻ ചക്രവർത്തിയെ പിടികൂടി തടവുപുള്ളിയായിട്ട് പിടിച്ചു. 3 വർഷം മക്കയിൽ തടവുപുള്ളിയായിട്ട് കഴിയേണ്ടി വന്നു. ആ ഹാരിസിൻ്റെ സൈന്യമൊക്കെ തിരിഞ്ഞോടി മക്കയിലെ വിശുദ്ധ കഅബയെ അക്രമികളിൽ നിന്ന് രക്ഷിച്ചത് ഫിഹിറായതോട് കൂടിയിട്ട് ജനങ്ങൾ മുഴുവനും ഫിഹിറിനെ ഒരു ഭരണാധികാരിയെപ്പോലെ സ്നേഹിക്കാനും അനുസരിക്കാനും തുടങ്ങി. ഏതായാലും ആ 3 വർഷം കഴിഞ്ഞിട്ട് ചില കരാറുകളുണ്ടായി ഹിമ്യർ ചക്രവർത്തിയുമായിട്ട്. അങ്ങനെ ഹാരിസിനെ വിട്ടുകൊടുത്തു. കുറേ പണം അതിനുവേണ്ടി ഫൈന് വാങ്ങിയിട്ടാണ് വിട്ടുകൊടുത്തത്. ഏതായാലും പോകുന്ന വഴിയിൽ അദ്ദേഹം അതിദാരുണമായിട്ട് മരണപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കഅബയെ, വിശുദ്ധ കഅബയെ അക്രമികളായ ഭരണാധികാരിയിൽ നിന്ന് അക്രമത്തിൽ നിന്ന് രക്ഷിച്ച ഒരു വളരെ വലിയ ഒരു പിതാമഹൻ കൂടിയാണ് ഈ ഫിഹിർ എന്ന പേരുള്ള. 8 മക്കളുള്ള അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഗാലിബിലൂടെയാണ് ഇനി അടുത്ത പിതാമഹൻ ഇത് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളൊരിക്കൽ ചോദ്യം ചോദിച്ചിരുന്നു എത്ര നബിക്കഥകൾ നമ്മൾ പറഞ്ഞു എന്നുള്ളത്. എനിക്ക് പേഴ്സണലായിട്ടൊരു 5-8 പേര് മെസ്സേജ് അയച്ചു. അതേപോലെ 2-3 പേര് കമൻ്റ് ഉണ്ട്. 75 കഥകൾ ചരിത്രങ്ങൾ നമ്മൾ ഇതുവരേക്കും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അത് എഴുതിയതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഒരു ചോദ്യം, ഓരോ പ്രവാചകന്മാർക്കും ഓരോ സ്ഥാനപ്പേരുകളുണ്ട്. ഇപ്പോൾ മൂസാ നബിയെ കുറിച്ചിട്ട് മൂസാ കലീമുള്ള. ഈ മൂസാ കലീമുള്ള എന്ന് പറയുമ്പോഴാണ് മൂസാ നബിയുടെ ആളുകൾ അന്നത്തെ മതമാവുക. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ മൂസാ കലീമുള്ള. അതോടുകൂടിയിട്ട് അവർ വിശ്വാസികളായി. ആദം നബിയുടെ കാലത്താണ് ആളുകൾ വിശ്വാസികൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ആദം ബഷറുള്ള. അങ്ങനെ പറയുമ്പോഴാണ് ആദം നബിയുടെ ആളുകൾ ആ മതത്തിലേക്ക് മാറിയിരുന്നത്. അതേപോലെ ഓരോ പ്രവാചകന്റെ കാലത്തും ഒരു സത്യവാചകമുണ്ട്. ഈസാ നബിയുടെ കാലത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ഈസാ മസീഹുള്ള. നൂഹ് നബിയുടെ കാലത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ നൂഹ് നജിയുള്ള. അങ്ങനെ നജിയുള്ള, കലീമുള്ള, മസീഹുള്ള, ബഷറുള്ള. നബിയുടെ കാലത്താണ് നബിനെ വിളിപ്പിച്ചിരുന്നത് ഹബീബുള്ള എന്നാണ്. ഹബീബ്, അള്ളാഹുവിൻ്റെ ഹബീബ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരാവുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവാചകത്തിലാണ്. അതേ സത്യവാചകം തന്നെയാണ് നമ്മുടെ കൂട്ടർക്കും നമുക്കും കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പ്രവാചകന്മാർക്ക് കിട്ടിയ അതേ പാസ്വേഡാണ് നമ്മുടെയും ഇസ്ലാമിക പ്രവേശനത്തിൻ്റെ കോഡ്. എന്നാൽ ഖലീലുള്ള എന്ന പേരിൽ ഉള്ളൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ ആരാണെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു ഹബീബുള്ള നബിയാണ്, കലീമുള്ള മൂസാ നബിയാണ്, നജിയുള്ള നൂഹ് നബിയാണ്, ബഷറുള്ള ആദം നബിയാണ്, അതേപോലെ മസീഹുള്ള ഈസാ നബിയാണ്. എങ്കിൽ ഖലീലുല്ലാഹി എന്ന് പറയുന്ന വിശേഷണമുള്ള പ്രവാചകൻ ആരാണെന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ചരിത്രത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കഅബ പൊളിക്കുന്ന ചരിത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മക്കൾക്കൊരു അപകടം വരുത്താതെ പടച്ചോൻ നമ്മുടെ മക്കളെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.